ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ ജോസൂട്ടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ജോസൂട്ടി, 11 മണിക്ക് പ്രതിരോധ മന്ത്രാലയം മാധ്യമങ്ങളെ കാണും. ഈ വാർത്താ സമ്മേളനത്തിൽ നിലവിലെ സാഹചര്യം വിലയിരുത്തും. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ വാഗ്ദാനം, വെടിനിർത്തൽ സമവായം അതിലേക്ക് എത്തിച്ചേർന്ന പാകിസ്ഥാൻ, ഇങ്ങോട്ട് വന്ന അഭ്യർത്ഥന നടത്തിയ പാകിസ്ഥാൻ, അതിന് പിന്നാലെ അത് ലംഘിക്കുന്ന സമീപനവും നമ്മൾ കണ്ടതാണ്. ഇതിനുശേഷമുണ്ടായ സ്വീകരിച്ച നടപടികൾ, ഇതൊക്കെയും ഈ വാർത്താ സമ്മേളനത്തിൽ വിലയിരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഒപ്പം നിലവിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നില്ല. പാകിസ്ഥാന്റെ ഭാഗത്തിനും യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുമില്ല. പക്ഷേ അവരെ അത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇതില് വെടിനിർത്തിയതിനു ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഷെല്ലിങ്ങും അതിക്രമങ്ങളും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുശേഷം കർശനമായ വാണിംഗ് കൊടുത്തതിന് ശേഷം അത് നിർത്തിവെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു ഔദ്യോഗികമായ ഒരു വെടിനിർത്തൽ ധാരണയിൽ എത്തിയാൽ പോലും അവരുടെ സൈനികരെയും സൈന്യത്തിലുള്ള വിവിധ വിഭാഗങ്ങളെയും, ഞാൻ ഉദ്ദേശിക്കുന്നത് സൈന്യത്തിൽ തന്നെ തീവ്രവാദ മനോഭാവമുള്ള ഒട്ടനവധി സൈനികരുണ്ട്. അവർ ഈ വെടിനിർത്തലിനെയോ അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ ഉണ്ടാകുന്ന ധാരണകളെയോ ഒന്നും മാനിക്കുന്നില്ല എന്നുള്ളതിന് വലിയ തെളിവാണ് അവർ അവരുടേതായിട്ട് രീതിയിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ പ്രതികരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ പാകിസ്ഥാൻ സൈന്യത്തിൽ തീവ്രവാദത്തിന് സ്വാധീനമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു വെടിനിർത്തൽ ലംഘനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ദൗർബല്യം. അവരുടെ സൈന്യത്തിന്റെ മേൽ നിയന്ത്രണമില്ലാതെ വരുന്ന ഒരു അവസ്ഥ. അപ്പൊ അത് ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വെടിനിർത്തൽ ലംഘനത്തെ, പാകിസ്ഥാന്റെ അതിക്രമത്തെ മനസ്സിലാക്കേണ്ടത്. അത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഇത്തരത്തിലൊരു വെടിനിർത്തലിന് തയ്യാറായത് നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതൊരു യുദ്ധമായിരുന്നില്ല, മറിച്ച് നമ്മളെ അതിക്രമിച്ചു കഴിഞ്ഞാൽ സൈനികമായി അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാണ്. എവിടെ നിന്നാണോ അതിന്റെ പ്രഭവ കേന്ദ്രം അവിടേക്ക് കടന്നു കയറി അതിന് പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അങ്ങനെ കയറി ആക്രമിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നുള്ളൊരു സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സ്വയരക്ഷാപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അത്. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണ് അതിനുശേഷം വലിയ അക്രമങ്ങൾക്ക് മുതിരാതിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ തുടർന്ന് അക്രമങ്ങൾ നടത്തിയ സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും അവരുടെ ചില തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കും വ്യോമ കേന്ദ്രങ്ങളിലേക്കും ചില അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ നിർവീര്യമാക്കുവാനൊക്കെ ശ്രമിച്ചത്. അപ്പോഴാണ് പാകിസ്ഥാന് തോന്നിയത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലാണ്, ലോകരാഷ്ട്രങ്ങളും നമ്മളും ഒക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നു. എന്നാൽ തങ്ങൾക്കേറ്റ അപമാനവും നഷ്ടങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് പാകിസ്ഥാന് തോന്നിയത് കൊണ്ടാവാം വീണ്ടും ആ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ചില അതിക്രമങ്ങൾ നമ്മുടെ അയൽപക്കത്ത് നടത്തി സായുജ്യമടയുവാൻ ശ്രമിച്ചത്. അത് ഒരിക്കലും ഡിപ്ലോമാറ്റിക് സംസ്കാരത്തിനോ രാജ്യാന്തര ബന്ധങ്ങൾക്കോ ഉണ്ടാകുന്ന ധാരണകൾക്കോ അപ്പുറമാണ്. പാകിസ്ഥാൻ തന്നെ ലോകത്ത് നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ മനുഷ്യ സംസ്കാരത്തിനോ പുരോഗമന ചിന്താഗതികൾക്കോ ചേരുന്നതല്ല. അപ്പോൾ അതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ലംഘനമാണ് വെടിനിർത്തലിലും പാകിസ്ഥാൻ നടത്തിയതെന്ന് വേണം നമ്മൾ കരുതുവാൻ.